നമസ്കാരം. ന്യൂസ് 18 എക്സ്പ്രസിലേക്ക് സ്വാഗതം. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വീണ്ടും വിമർശനമുയർത്തി മുതിർന്ന നേതാവ് കപിൽ സിബൽ. നേതൃത്വം ആത്മപരിശോധന നടത്തണം. നേതൃത്വം വിശ്വസ്തരെന്ന് കരുതിയവർ പാർട്ടി വിടുന്നുവെന്നും കപിൽ സിബൽ. അധ്യക്ഷനെ തെരഞ്ഞെടുക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ലെന്നും ഘടനാപരമായ മാറ്റം കോൺഗ്രസിൽ ഉണ്ടാകണമെന്നും കപിൽ സിബൽ. കോൺഗ്രസിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് ആരെന്നറിയില്ല. പഞ്ചാബിലെ ഇപ്പോഴത്തെ സ്ഥിതി പാകിസ്ഥാനെ സഹായിക്കാൻ മാത്രമേ ഉപകരിക്കൂ. പാർട്ടി ഈ നിലയിലെത്തിയതിൽ ദുഃഖമുണ്ടെന്നും കപിൽ സിബൽ. പഞ്ചാബ് PCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നുള്ള രാജിയിൽ ഉറച്ചു നിൽക്കുന്നതായി നവ്ജോത് സിംഗ് സിദ്ധു. പഞ്ചാബിൽ അഴിമതിയുടെ കറപുരണ്ട നേതാക്കൾ ഉണ്ടാക്കിയ സംവിധാനത്തിനെതിരെയാണ് താൻ നിലനിന്നത്. ആ ആദർശത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും സിദ്ധു. പഞ്ചാബ് കോൺഗ്രസിൽ പ്രതിസന്ധി രൂക്ഷം. നവ്ജോത് സിംഗ് സിദ്ധുവിനെ പിന്തുണച്ച് കൂടുതൽ നേതാക്കൾ രാജിവെച്ചേക്കും. സിദ്ധുവിന്റെ രാജി പിൻവലിപ്പിക്കാനുള്ള ശ്രമത്തിൽ നേതൃത്വം. കോൺഗ്രസിൽ പ്രതിസന്ധി തുടരവെ മുൻ മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ് ഡൽഹിയിൽ തുടരുന്നു. എന്നാൽ രാഷ്ട്രീയ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തില്ലെന്ന് അമരീന്ദർ സിംഗ് പറഞ്ഞു. വ്യക്തിപരമായ സന്ദർശനമാണെന്നും അമരീന്ദർ. പഞ്ചാബ് പ്രതിസന്ധിയിൽ അമരീന്ദർ സിംഗിനെ പിന്തുണച്ച് മനീഷ് തിവാരി. ക്യാപ്റ്റൻ പറഞ്ഞ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. പഞ്ചാബിൽ തീരുമാനങ്ങളെടുക്കാൻ ചുമതലപ്പെടുത്തിയവർക്ക് തെറ്റുപറ്റി. കർഷക പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ പഞ്ചാബിന് സ്ഥിരത നൽകേണ്ട തീരുമാനമാണ് വേണ്ടത് എന്നും മനീഷ് തിവാരി. പഞ്ചാബിൽ നിലവിൽ നടക്കുന്ന കാര്യങ്ങൾ ദൗർഭാഗ്യകരമെന്ന് മനീഷ് തിവാരി. അതിർത്തി സംസ്ഥാനങ്ങളിൽ അസ്ഥിരത ഉണ്ടാക്കുന്നത് ദോഷം ചെയ്യും. സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കുന്നതിന് പകരം പരസ്പരം പോരാടുന്നത് ആദർശത്തിന് ചേരുന്നതല്ല. സ്ഥാനമാനങ്ങളെക്കാൾ വലുതാണ് ആദർശമെന്നും മനീഷ് തിവാരി. നവ്ജോത് സിംഗ് സിദ്ധുവുമായി പഞ്ചാബ് വർക്കിംഗ് കോൺഗ്രസ് പ്രസിഡന്റ് പവൻ ഗോയൽ കൂടിക്കാഴ്ച നടത്തി. സിദ്ധുവിന്റെ വസതിയിലെത്തിയായിരുന്നു കൂടിക്കാഴ്ച. രാജിയിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന പ്രതികരണത്തിന് പിന്നാലെയാണ് കൂടിക്കാഴ്ച. മന്ത്രിമാരുടെ രാജിക്കിടെ പഞ്ചാബിൽ ക്യാബിനറ്റ് യോഗം ചേർന്നു. മുഖ്യമന്ത്രി ചരൺജീത് സിംഗ് ചന്നിയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. ചന്നി മുഖ്യമന്ത്രിയായി അധികാരമേറ്റ ശേഷമുള്ള ആദ്യ മന്ത്രിസഭാ യോഗം കൂടിയാണിത്. മോൺസൺ മാവുങ്കലിന്റെ വീട്ടിൽ ചികിത്സാർത്ഥം 5 തവണ പോയിട്ടുണ്ടെന്ന് കെ സുധാകരൻ. പരാതിക്കാരൻ അനൂപിന് മോൺസൺ പണം നൽകുന്നത് കണ്ടിട്ടില്ല. തന്റെ പേര് ദുരുപയോഗം ചെയ്തവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും കെ സുധാകരൻ. കെ സുധാകരനെതിരായ ആരോപണത്തിൽ ഉറച്ച് പരാതിക്കാർ. സുധാകരന്റെ സാന്നിധ്യത്തിലാണ് അനൂപ് മോൺസന് പണം കൈമാറിയത് എന്ന് പരാതിക്കാരനായ ഷമീർ. സുധാകരൻ ഉണ്ടെന്ന് പറഞ്ഞു തന്നെയാണ് മോൺസൺ വിളിച്ചു വരുത്തിയത്. ഫേമ തടസ്സം അടക്കമുള്ള കാര്യങ്ങളിൽ സുധാകരനുമായി ചർച്ച നടത്തിയിട്ടുണ്ടെന്നും പരാതിക്കാർ. അന്വേഷണത്തിൽ തൃപ്തനാണെന്ന് ഷമീർ. 75 ലക്ഷം തിരിച്ചു നൽകിയെന്ന മോൺസന്റെ മൊഴി കളവ്. പണം മാറ്റിയത് ജോർജിന്റെ പണമിടപാട് സ്ഥാപനത്തിലേക്കെന്ന് സംശയിക്കുന്നുവെന്നും ഷമീർ. മോൺസൺ മാവുങ്കലിന്റെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് അറിയില്ലെന്ന വീട്ടിലെ സഹായികൾ. പുരാവസ്തു തട്ടിപ്പിൽ പങ്കില്ലെന്നാണ് സുരക്ഷാ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരുടെ മൊഴി. മോൺസനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യുന്നത് തുടരുന്നു. മോൺസൺ മാവുങ്കലിനെതിരെ ക്രൈംബ്രാഞ്ച് ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുന്നു. ലാപ്ടോപ്പ്, ഐപാഡ്, മൊബൈൽ ഫോൺ എന്നിവ പരിശോധിക്കും. ബാങ്കിൽ നിന്ന് പണമിടപാടുകളുടെ വിവരങ്ങൾ ശേഖരിക്കും. പുരാവസ്തു തട്ടിപ്പിൽ ക്രൈംബ്രാഞ്ച് പരാതിക്കാരുടെ മൊഴിയെടുക്കുന്നു. ഷമീർ, യാക്കൂബ്, അനൂപ് എന്നിവരാണ് തൃപ്പൂണിത്തുറ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി മൊഴി നൽകുന്നത്. ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകളും ഇവർ ക്രൈംബ്രാഞ്ചിന് കൈമാറും. പുരാവസ്തു തട്ടിപ്പുകാരൻ മോൺസൺ മാവുങ്കലിനെതിരായ അന്വേഷണം വിദേശത്തേക്കും. ഇറ്റലിയിലുള്ള പ്രവാസി ഫെഡറേഷൻ കോർഡിനേറ്റർ അനിത പുല്ലയിലുമായി ബന്ധം അന്വേഷിക്കും. മോൺസണും അനിതയും തെറ്റിപ്പിരിഞ്ഞതോടെയാണ് തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തുവന്നത് എന്നാണ് പോലീസ് നിഗമനം. മോൺസൺ മാവുങ്കലിന്റെ പോലീസ് ബന്ധത്തിൽ അന്വേഷണം. മോൺസനെ സഹായിച്ച ഉദ്യോഗസ്ഥരെക്കുറിച്ച് ഇന്റലിജൻസ് അന്വേഷണത്തിനാണ് നിർദ്ദേശം. IG ലക്ഷ്മണനും മുൻ DIG സുരേന്ദ്രനും അന്വേഷണ പരിധിയിൽ വരും. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇരുവർക്കുമെതിരെ നടപടിയുണ്ടായേക്കും. മോൺസൺ മാവുങ്കലിനെതിരെ വെളിപ്പെടുത്തലുമായി വ്യവസായി NK കുര്യൻ. 2012 കബളിപ്പിക്കാൻ ശ്രമിച്ചെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ്. കോട്ടയത്തെ മാങ്കോ മെഡോസ് പാർക്കിൽ മുതൽ മുടക്കാൻ തയ്യാറാണെന്ന് വാഗ്ദാനം ചെയ്തു. ഫണ്ട് ലഭ്യമാക്കാൻ തടസ്സമുണ്ടെന്ന് പറഞ്ഞ് മോൺസൺ അത് നീക്കാൻ 8 ലക്ഷം രൂപയും ആവശ്യപ്പെട്ടെന്നും NK കുര്യൻ.
ചാനലിന്റെ പേരിലും മോൺസൺ മാവുങ്കലിന്റെ തട്ടിപ്പ്. TV സംസ്കാര എന്ന ചാനൽ തന്റേതാണെന്നും അതിന്റെ ചെയർമാനാണെന്നും തെറ്റിദ്ധരിപ്പിച്ച് മോൺസൺ തട്ടിപ്പ് നടത്തിയെന്നാണ് പരാതി. TV സംസ്കാരയുടെ MD ഹരിപ്രസാദാണ് പരാതിക്കാരൻ. തട്ടിപ്പിന് കൂടുതൽ ഉന്നതരുടെ പേര് മോൺസൺ ഉപയോഗിക്കുന്നതിന്റെ ശബ്ദരേഖ പുറത്ത്. വയലാർ രവി, AK ആന്റണി, K മുരളീധരൻ തുടങ്ങിയ നേതാക്കളുടെ പേരുകളാണ് ഉപയോഗിച്ചത്. പരാതിക്കാരൻ അനൂപ് മുഹമ്മദുമായുള്ള ഫോൺ സംഭാഷണമാണ് പുറത്തുവന്നത്. പുരാവസ്തു തട്ടിപ്പുമായി ബന്ധമില്ലെന്ന് തൃശൂരിലെ വ്യവസായി പോൾ ജോർജ്. മോൺസനെ 7 മാസമായി അറിയാം. ചികിത്സയ്ക്ക് വേണ്ടിയാണ് മോൺസണുമായി ബന്ധപ്പെട്ടത്. മോൺസൺ തന്നെയും പറ്റിച്ചു. യാക്കൂബ് പണം കടം വാങ്ങാൻ തന്റെ ഓഫീസിൽ വന്നിരുന്നുവെന്നും ജോർജ്. വയനാട്ടിലെ ബീനാച്ചി എസ്റ്റേറ്റ് തട്ടിപ്പു കേസിൽ മോൺസൺ മാവുങ്കലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. 556 ഏക്കർ കാപ്പിത്തോട്ടം വാടകയ്ക്ക് നൽകാമെന്ന് പറഞ്ഞ് 1,67,00,000 രൂപ തട്ടിയെടുത്തു എന്നാണ് കേസ്. പാല സ്വദേശി രാജീവ് ശ്രീധറാണ് പരാതി നൽകിയത്. മോൺസൺ മാവുങ്കലിന്റെ പക്കലുള്ള അന്താരാഷ്ട്ര ബഹുമതികളും സർട്ടിഫിക്കറ്റുകളും അന്വേഷണ സംഘം പരിശോധിക്കുന്നു. ദുബായിൽ നിന്ന് ലഭിച്ച ഡോക്ടറേറ്റും അറേബ്യൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സും സർട്ടിഫിക്കറ്റിന്റെ വിശ്വാസ്യതയും ക്രൈംബ്രാഞ്ച് പരിശോധിക്കും. മോൺസൺ മാവുങ്കലിനെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയതായി പ്രവാസി മലയാളി ഫെഡറേഷൻ. സംഘടനയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മോൺസൺ സഹകരിച്ചിട്ടുണ്ട്. മറ്റു ബന്ധങ്ങൾ ഇല്ല. സംഘടനയുടെ പേര് മോൺസൺ ദുരുപയോഗം ചെയ്തതായും ഫെഡറേഷൻ. മോൺസൺ മാവുങ്കലിന്റെ തട്ടിപ്പുകളുടെ തുടക്കം ഇടുക്കിയിൽ നിന്ന്. പഴയ ടിവികൾ കുറഞ്ഞ വിലയ്ക്ക് എത്തിച്ചു നൽകാമെന്ന് പറഞ്ഞായിരുന്നു തുടക്കം. പിന്നീടാണ് വാഹന വിൽപ്പനയിലേക്ക് തിരിഞ്ഞത്. യൂദാസിന്റെ വെള്ളി നാണയം എന്ന പേരിൽ മോൺസൺ പ്രചരിപ്പിച്ചത് റോമൻ ഭരണകാലത്തെ വെള്ളി നാണയങ്ങൾ. മുൻപ് കേരളത്തിൽ ഇവ സുലഭമായി ലഭിച്ചിരുന്നു എന്ന് ചരിത്രകാരൻ MG ശശിഭൂഷൺ. സ്വകാര്യ ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന ഇത്തരം നാണയങ്ങൾ സർക്കാരിന്റെ പക്കലെത്താതെ സ്വകാര്യ മ്യൂസിയങ്ങൾ തട്ടിയെടുക്കുന്നത് പതിവെന്നും MG ശശിഭൂഷൺ. പുരാവസ്തു തട്ടിപ്പിൽ അന്വേഷണം നല്ല രീതിയിൽ നടക്കുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി A വിജയരാഘവൻ. സൂപ്പർ തട്ടിപ്പാണ് നടന്നത്. പോലീസിന്റെ ഇടപെടലും അന്വേഷിക്കുന്നുണ്ട്. സുധാകരനുമായുള്ള ബന്ധം അന്വേഷണത്തിലൂടെ പുറത്തുവരട്ടെയെന്നും വിജയരാഘവൻ. മുഖ്യമന്ത്രിയുടെ ഓഫീസിനും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും മോൺസണുമായി ബന്ധമുണ്ടോ എന്ന സംശയം ബലപ്പെടുന്നു എന്ന് B ഗോപാലകൃഷ്ണൻ. ഇയാൾക്കെതിരെ ലഭിച്ച പരാതിയിൽ ചെറുവിരലനക്കാൻ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് തയ്യാറായിട്ടില്ലെന്നും B ഗോപാലകൃഷ്ണൻ. സംസ്ഥാനത്ത് 2 ഇനം വവ്വാലുകളിൽ നിപ സാന്നിധ്യം സ്ഥിരീകരിച്ചു. കോഴിക്കോട്, കൊടിയത്തൂർ, താമരശ്ശേരി എന്നിവിടങ്ങളിൽ നിന്ന് ശേഖരിച്ച വവ്വാലുകളിൽ ആന്റിബോഡി കണ്ടെത്തി. ICMR നടത്തിയ പഠനത്തിലാണ് ആന്റിബോഡി കണ്ടെത്തിയത്. ICMRലേക്ക് അയച്ച 50ഓളം പരിശോധനാ ഫലങ്ങൾ ഇനിയും വരാനുണ്ട്. പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്യാത്തത് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ വിജയമാണെന്ന് ആരോഗ്യമന്ത്രി. പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാതെ ഇനി 21 ദിവസം കൂടി കഴിഞ്ഞാൽ നിപ നിയന്ത്രണ വിധേയമായെന്ന് പ്രഖ്യാപിക്കും. സർക്കാർ ജീവനക്കാർക്കുള്ള കോവിഡ് മാനദണ്ഡങ്ങളിൽ മാറ്റം. കോവിഡ് പോസിറ്റീവായ ഉദ്യോഗസ്ഥർക്ക് 7 ദിവസത്തിന് ശേഷം രോഗലക്ഷണങ്ങൾ ഇല്ലെങ്കിൽ പരിശോധിക്കാതെ ജോലിക്ക് കയറാം. മറ്റ് രോഗങ്ങൾ ഉള്ളവർ 7 ദിവസത്തിന് ശേഷം പരിശോധിക്കണം. പരിശോധനയിൽ വീണ്ടും പോസിറ്റീവായാൽ ചികിത്സ തുടരണമെന്നും നിർദ്ദേശം. സ്കൂൾ വാഹനങ്ങളുടെ 2020 ഒക്ടോബർ മുതലുള്ള റോഡ് ടാക്സ് ഒഴിവാക്കിയെന്ന് ഗതാഗത മന്ത്രി. മുഖ്യമന്ത്രിക്കും ധനമന്ത്രിക്കും ഗതാഗത വിദ്യാഭ്യാസ വകുപ്പുകൾ സമർപ്പിച്ച ശുപാർശ അംഗീകരിച്ചു. കോൺട്രാക്ട് സ്റ്റേജ് കാരേജുകളുടെ നികുതി അടയ്ക്കുന്നതിനുള്ള സമയം ഡിസംബർ 31 വരെ നീട്ടി. KSRTC ബസ്സുകളുടെ ഫിറ്റ്നസ് കാലാവധി നീട്ടി നൽകി. നാളെ അവസാനിക്കുന്ന ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകളുടെ കാലാവധിയാണ് ഡിസംബർ 31 വരെ നീട്ടിയത്. 1650 ബസ്സുകളുടെ ഫിറ്റ്നസ് കാലാവധിയാണ് നാളെ അവസാനിക്കേണ്ടിയിരുന്നത്. കണ്ണൂർ സർവകലാശാല വിവാദ സിലബസ് പരിഷ്കരിച്ചു. ബോർഡ് ഓഫ് സ്റ്റഡീസ് നൽകിയ പരിഷ്കരിച്ച സിലബസ് അക്കാദമിക് കൌൺസിൽ അംഗീകരിച്ചു. ഹിന്ദുത്വ ആശയ പ്രചാരകരുടെ പുസ്തകങ്ങൾ ഒഴിവാക്കിയാണ് സിലബസ് പരിഷ്കരിച്ചത്. RSS സൈദ്ധാന്തികരുടെ ലേഖനങ്ങൾ പാഠ്യപദ്ധതിയിൽ ഭാഗികമായി ഉൾപ്പെടുത്തും. സവർക്കരെയും ഗോൾവാക്കരെയും വിമർശനാത്മകമായി പഠിക്കാം. വിവാദ പുസ്തകങ്ങൾ മാറ്റണമെന്നും സിലബസിൽ മഹാത്മാഗാന്ധിക്ക് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നും സമിതി റിപ്പോർട്ട്.
തിരുവനന്തപുരം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ബഹളം. പ്രതിഷേധവുമായി പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി. നികുതി വെട്ടിപ്പ് സംബന്ധിച്ച വിഷയം ചർച്ച ചെയ്യണമെന്ന ആവശ്യം നിഷേധിച്ചതിനെ തുടർന്നായിരുന്നു പ്രതിഷേധം. ഡെപ്യൂട്ടി മേയറെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതിന് ബിജെപി കൌൺസിലർ ഗിരികുമാറിനെ സസ്പെൻഡ് ചെയ്തതായി മേയർ. രാത്രിയിലും സമരം തുടരുമെന്ന് പ്രതിപക്ഷം. നികുതി പണം വെട്ടിച്ച ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യും വരെ സമരം നടത്തുമെന്ന് ബിജെപി നേതാവ് വി രാജേഷ്. കൊച്ചി കോർപ്പറേഷനിൽ UDF-ന് പിന്തുണയുമായി LDF വിട്ട കൌൺസിലർ MHM അഷ്റഫ്. CPM-ൽ നിന്ന് അഷ്റഫ് നേരത്തെ രാജിവെച്ചിരുന്നു. ടൗൺ പ്ലാനിംഗ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ LDF-ന് ഭൂരിപക്ഷം നഷ്ടമായെന്ന് പ്രതിപക്ഷം അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി. ഇടുക്കി രാജാക്കാട് പീഡനത്തിന് ഇരയായ 14-കാരി പ്രസവിച്ചു. അടിമാലി താലൂക്ക് ആശുപത്രിയിലാണ് കുഞ്ഞിന് ജന്മം നൽകിയത്. ബന്ധുവിന്റെ പീഡനത്തെ തുടർന്നാണ് പെൺകുട്ടി ഗർഭിണിയായത്. രാജാക്കാട് പോലീസും ശിശുക്ഷേമ സമിതിയും അന്വേഷണം തുടങ്ങി. ആലപ്പുഴയിൽ ആരോഗ്യ പ്രവർത്തകയെ ആക്രമിച്ച കേസിലെ പ്രതികൾ പിടിയിൽ. തിരുവനന്തപുരം കടയ്ക്കാവൂർ സ്വദേശി റോക്കി റോയ്, കടിഞ്ഞംകുളം സ്വദേശി നിഷാന്ത് എന്നിവരാണ് കൊല്ലത്ത് പിടിയിലായത്. കൊല്ലം കമ്മീഷണറുടെ പ്രത്യേക സംഘമാണ് ഇവരെ പിടികൂടിയത്. VM സുധീരന്റെ രാജി AICC നേതൃത്വം തള്ളി. സുധീരൻ AICC-യിൽ തുടരുമെന്ന് താരിഖ് അൻവർ അറിയിച്ചു. ഒക്ടോബർ 2-ാം വാരം KPCC പുനഃസംഘടന പൂർത്തിയാക്കുമെന്നും താരിഖ് അൻവർ. VM സുധീരന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്ന് K സുധാകരൻ. രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ വിമർശനങ്ങളൊന്നും ചർച്ചയായിട്ടില്ലെന്നും സുധാകരൻ. രാഹുൽ ഗാന്ധി കേരളത്തിൽ. VD സതീശനും K സുധാകരനുമായും കൂടിക്കാഴ്ച നടത്തി. മുതിർന്ന നേതാക്കൾ ഉയർത്തിയ വിമർശനങ്ങളും KPCC പുനഃസംഘടനയും ചർച്ച ചെയ്തെന്ന് സൂചന. രാഹുൽ ഗാന്ധി മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ വിവിധ പരിപാടികളിൽ പങ്കെടുത്തു. കാളികാവ് ഡയാലിസിസ് സെന്റർ ഉദ്ഘാടനം ചെയ്തു. ഒരു ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി രാഹുൽ നാളെ രാവിലെ ഡൽഹിക്ക് മടങ്ങും. സംസ്ഥാന കോൺഗ്രസിൽ ആശയവിനിമയങ്ങളുടെ പ്രശ്നമുണ്ടെന്ന് താരിഖ് അൻവർ. ഭാവിയിൽ അത് ആവർത്തിക്കില്ലെന്ന് ഉറപ്പാക്കും. പാർട്ടിയെ കേഡർ സംവിധാനത്തിലേക്ക് കൊണ്ടുവരുന്നത് ചർച്ചയ്ക്ക് ശേഷം മാത്രമേ ഉണ്ടാകൂ എന്നും താരിഖ് അൻവർ. പാർട്ടിയെ കേഡർ സംവിധാനത്തിലാക്കാനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമായി നടക്കുന്നുവെന്ന് K സുധാകരൻ. സെമി കേഡർ സംവിധാനം സജ്ജമാക്കാൻ ഹൈക്കമാൻഡ് പിന്തുണയുണ്ടെന്നും K സുധാകരൻ. കോൺഗ്രസിൽ കേഡർ സംവിധാനം കൊണ്ടുവരാൻ 1000 യുവാക്കളെ യൂത്ത് കോൺഗ്രസ് പാർട്ടിക്ക് നൽകുമെന്ന് ഷാഫി പറമ്പിൽ. മുതിർന്ന നേതാക്കളടക്കം പുതിയ നേതൃത്വത്തിനൊപ്പം ഒരുമിച്ചു നിൽക്കേണ്ട സമയമാണിത്. അതാണ് പാർട്ടിക്ക് ഉചിതമെന്നും ഷാഫി പറമ്പിൽ. CPI-യിൽ നിന്നുള്ള കനയ്യകുമാറിന്റെ രാജി ഇടതുപക്ഷത്തെ ബാധിക്കില്ലെന്ന് മുഹമ്മദ് മുഹ്സിൻ MLA. ഇടതുപക്ഷം ഒരു പ്രസ്ഥാനമാണ്. ജനങ്ങളോടൊപ്പം ചേർന്നുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും മുഹമ്മദ് മുഹ്സിൻ. തിരുവനന്തപുരം പോത്തൻകോട് യുവതിയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊല്ലാൻ ശ്രമം. തെറ്റിച്ചിറ സ്വദേശി വൃന്ദയെയാണ് ഭർത്താവിന്റെ സഹോദരൻ സുബിൻ ലാൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത്. ഗുരുതരമായി പൊള്ളലേറ്റ യുവതി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ. തീ കൊളുത്തിയ ശേഷം പ്രതി സുബിൻ ലാൽ വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. സുബിൻ ലാൽ അമ്പലത്തറയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ നിയമനങ്ങൾ എന്നിവയിൽ പോലീസ് വെരിഫിക്കേഷൻ നിർബന്ധമാക്കാൻ മന്ത്രിസഭാ യോഗ തീരുമാനം. ജോലിയിൽ പ്രവേശിച്ച് 1 മാസത്തിനുള്ളിൽ ഇത് പൂർത്തിയാക്കണം. ക്ഷേമനിധി ബോർഡ്, വികസന അതോറിറ്റി, സഹകരണ സ്ഥാപനങ്ങൾ, ദേവസ്വം ബോർഡുകൾ എന്നിവിടങ്ങളിലെ നിയമനങ്ങൾക്കും ഇത് ബാധകം. CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R നാസറിന്റെ ഭാര്യ ഷീലയ്ക്ക് വിരമിച്ച ശേഷവും സർക്കാർ സർവീസിൽ താൽക്കാലിക നിയമനം. കയർഫെഡിൽ പേഴ്സണൽ അസിസ്റ്റന്റ് തസ്തികയിലാണ് നിയമനം നീട്ടി നൽകിയത്. ഷീലയടക്കം 13 പേർക്ക് കയർഫെഡിൽ ഇത്തരത്തിൽ നിയമനം നൽകി. നിലവിൽ ഷീല ജോലിയിൽ തുടരുന്നില്ല.
കേരള ബാങ്കിന്റെ നിക്ഷേപത്തിൽ 9.27% വർധനവുണ്ടായെന്ന് മന്ത്രി VN വാസവൻ. 61,071 കോടിയിൽ നിന്ന് 66,731 കോടിയായാണ് നിക്ഷേപം വർദ്ധിച്ചത്. 25% നിഷ്ക്രിയ ആസ്തി 11% കുറഞ്ഞെന്നും VN വാസവൻ. തൃത്താലയിൽ കാണാതായ 4 കുട്ടികളെയും മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിൽ കണ്ടെത്തി. പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയ തെരച്ചിലിൽ ആനക്കരയിൽ നിന്നാണ് കുട്ടികളെ കണ്ടെത്തിയത്. CCTV ദൃശ്യങ്ങളാണ് ഇവരെ കണ്ടെത്താൻ സഹായകമായത്. മുന്നാക്ക വിഭാഗങ്ങളിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരെ കണ്ടെത്താൻ സാമൂഹിക സാമ്പത്തിക സർവേ കുടുംബശ്രീ മുഖേന നടത്തും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡുകളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന 5 വീതം കുടുംബങ്ങളെ കണ്ടെത്തും. ഇതിന് 75 ലക്ഷം രൂപ അനുവദിക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. അന്താരാഷ്ട്ര ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നതിന് ഭൂമി കൈമാറാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. ഇരട്ടി കല്യാട് വില്ലേജിൽ 46 ഹെക്ടർ ഭൂമി നൽകും. ഉടമസ്ഥാവകാശം റവന്യൂ വകുപ്പിൽ നിലനിർത്തി കൈവശാവകാശം ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറാനാണ് തീരുമാനം. മോഷ്ടാവിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ വൃദ്ധ മരിച്ചു. കണ്ണൂർ വാരം ചതുരക്കിണർ സ്വദേശി ആയിഷയാണ് മരിച്ചത്. വ്യാഴാഴ്ചയാണ് ആയിഷയെ ആക്രമിച്ച് കമ്മൽ കവർന്നത്. കട്ടപ്പന മേട്ടുകുഴിയിൽ ജാർഖണ്ഡ് സ്വദേശിയായ 14-കാരിയുടെ മരണം ആത്മഹത്യയെന്ന് പോലീസ്. കാമുകനുമായി മൊബൈൽ ഫോണിൽ സംസാരിച്ചതിനെ തുടർന്ന് മാതാപിതാക്കൾ വഴക്കു പറഞ്ഞതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത്. ജാർഖണ്ഡ് സ്വദേശികളായ മുൻഷി ബസ്രയുടെയും അൽബീനയുടെയും മകൾ പ്രീതിയാണ് മരിച്ചത്. കൊച്ചിയിൽ ട്രാൻസ് വുമൺ മരിച്ച നിലയിൽ. ഇടപ്പള്ളിയിലെ വീട്ടിലാണ് ശ്രദ്ധയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യയെന്നാണ് പ്രാഥമിക നിഗമനം. കണ്ണൂരിൽ കോവിഡ് ചികിത്സയിലായിരുന്ന വയോധികൻ ആശുപത്രിയുടെ 7ാം നിലയിൽ നിന്ന് വീണു മരിച്ചു. പയ്യന്നൂർ വെള്ളൂർ പാലത്തറ സ്വദേശി അബ്ദുൽ അസീസാണ് മരിച്ചത്. 75 വയസ്സായിരുന്നു. ആത്മഹത്യയാണെന്നാണ് നിഗമനം. വെയ്യൂർ അതിസുരക്ഷാ ജയിലിൽ നിന്ന് കഞ്ചാവും ബീഡിയും പിടികൂടി. കുളിമുറിയിൽ ഒളിപ്പിച്ച നിലയിലാണ് ഇവ കണ്ടെത്തിയത്. സനു സെബാസ്റ്റ്യൻ എന്ന തടവ് പുള്ളിയിൽ നിന്നാണ് ഇവ പിടിച്ചെടുത്തത്. കണ്ണൂരിൽ വ്യാജ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് നൽകിയ കേസിൽ പ്രതി പിടിയിലായി. കയറളം സ്വദേശി KV ശ്രീകുമാറിനെയാണ് ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തത്. കണ്ണൂർ യോഗശാല റോഡിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന്റെ പേരിൽ പരസ്യം നൽകി വിദ്യാർത്ഥികളെ തട്ടിപ്പിരയാക്കിയെന്നാണ് പരാതി. കാസർഗോഡ് ഡ്രൈവിംഗ് ലൈസൻസിന് കൈക്കൂലി വാങ്ങുന്നതിനിടെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പിടിയിൽ. ചെറുപുഴ സ്വദേശി പ്രസാദ് KR ആണ് വിജിലൻസ് പിടിയിലായത്. ഗുരുവനം ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ വിജിലൻസ് നടത്തിയ മിന്നൽ റെയ്ഡിൽ 2,40,000 രൂപയും പിടികൂടി. ഡൽഹി പോലീസ് കോൺസ്റ്റബിൾ സ്വയം വെടിവെച്ചു മരിച്ചു. ആൾവർ സ്വദേശിയായ ഉദ്യോഗസ്ഥനാണ് മരിച്ചത്. ഡ്യൂട്ടിക്കിടെ പുലർച്ചെ 3:30യോടെയാണ് സംഭവം. രാജ്യത്ത് 24 മണിക്കൂറിനിടെ 18,870 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 378 മരണവും സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ മരണസംഖ്യ 4,47,751. മമതാ ബാനർജി മത്സരിക്കുന്ന ഭവാനിപ്പൂരിൽ നാളെ ഉപതെരഞ്ഞെടുപ്പ്. നന്ദിഗ്രാമിൽ പരാജയപ്പെട്ട മമതയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ ജയം അനിവാര്യം. അക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ ഭവാനിപ്പൂരിൽ വോട്ടെടുപ്പ് പൂർത്തിയാകും വരെ നിരോധനാജ്ഞ. പശ്ചിമ ബംഗാളിലെ സെംസിർഗഞ്ച്, ജംഗിപ്പൂർ മണ്ഡലങ്ങളിലും നാളെ ഉപതെരഞ്ഞെടുപ്പ്. ഒഡീഷയിലെ പിബ്ലിയിലും നാളെയാണ് വോട്ടെടുപ്പ്. ഒക്ടോബർ 3-നാണ് വോട്ടെണ്ണൽ. തമിഴ്നാട് മുൻ മന്ത്രി ഇന്ദിരാകുമാരിക്ക് 5 വർഷം തടവ് ശിക്ഷ വിധിച്ച് ജനപ്രതിനിധികൾക്കായുള്ള പ്രത്യേക കോടതി. ഫണ്ട് ദുരുപയോഗം ചെയ്ത കേസിലാണ് ശിക്ഷ. 1996-ൽ രജിസ്റ്റർ ചെയ്ത കേസിൽ ഭർത്താവ് ബാബുവും കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. മഹാരാഷ്ട്രയിലെ ശിവസേന എംപിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നോട്ടീസ്. ഭാവന ഗവാലിക്കാണ് ED നോട്ടീസ് നൽകിയത്. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് നടപടി. പരോൾ ലഭിച്ചവർ ജയിലുകളിലേക്ക് മടങ്ങേണ്ടതില്ലെന്ന് സുപ്രീം കോടതി. കോവിഡ് സാഹചര്യം കണക്കിലെടുത്താണ് നിർദ്ദേശം. 4 ആഴ്ചയ്ക്കകം നിലപാട് അറിയിക്കാൻ സംസ്ഥാന സർക്കാരിനും നിർദ്ദേശം. പശ്ചിമ ബംഗാളിലെ വിവിധ ഭാഗങ്ങളിൽ പെയ്യുന്ന മഴയിൽ 2 മരണം. കനത്ത മഴയെ തുടർന്ന് കെട്ടിടം തകർന്നാണ് 3 വയസ്സുള്ള കുട്ടിയും സ്ത്രീയും മരിച്ചത്.
മുംബൈ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും ഇടിമിന്നലോട് കൂടിയ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ജനങ്ങളോട് മുൻകരുതലുകൾ എടുക്കാൻ മുംബൈ കോർപ്പറേഷന്റെ നിർദ്ദേശം. ലോകത്തിലെ ഏറ്റവും വിലയേറിയ പോത്ത് ചത്തു. സുൽത്താൻ ജോട്ടെ എന്ന പോത്താണ് ഹൃദയാഘാതത്തെ തുടർന്ന് ചത്തത്. 21 കോടി രൂപ വില പറഞ്ഞിട്ടും ജോട്ടെ വിൽക്കാൻ ഉടമ തയ്യാറായിരുന്നില്ല. അഫ്ഗാനിസ്ഥാനിലേക്ക് വാണിജ്യ വിമാന സർവീസുകൾ ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് ഇസ്ലാമിക് എമിറേറ്റ് ഓഫ് താലിബാൻ കത്തയച്ചു. ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനാണ് കത്തയച്ചത്. കത്ത് സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിന്റെ പരിഗണനയിലാണ്. മിസൈൽ പരീക്ഷിച്ചെന്ന് സ്ഥിരീകരിച്ച ഉത്തര കൊറിയ ഹാസോങ് 8 എന്ന ഹൈപ്പർസോണിക് മിസൈലാണ് പരീക്ഷിച്ചത് എന്നും വെളിപ്പെടുത്തൽ. ഈ മാസം നടന്ന 3ാമത്തെ മിസൈൽ പരീക്ഷണമായിരുന്നു ഇത്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാനുള്ള ജോ ബൈഡന്റെ തീരുമാനം സൈനിക ഉപദേശത്തിന് വിരുദ്ധമെന്ന് വെളിപ്പെടുത്തൽ. 2500ഓളം സൈനികർ അഫ്ഗാനിൽ തുടരാനായിരുന്നു ഉപദേശമെന്ന് ജനറൽമാരായ മാർക്ക് മില്ലയും ഫ്രാങ്ക് മക്കൻസിയും. അമേരിക്കൻ കോൺഗ്രസിന് മൊഴി നൽകവെയാണ് വെളിപ്പെടുത്തൽ. സ്പെയിനിലെ ലാപാമ ദ്വീപിലെ അഗ്നിപർവ്വതത്തിൽ നിന്നുള്ള ലാവ അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് പതിക്കാൻ തുടങ്ങി. ഇതോടെ ക്ലോറിൻ ഉൾപ്പെടെയുള്ള വിഷവാതകം ഉൽപ്പാദിപ്പിക്കപ്പെടുമോ എന്ന ആശങ്കയിൽ പ്രദേശവാസികൾ. സെപ്റ്റംബർ 19-നാണ് അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചത്. ഫുമിയോ കിഷിദ ജപ്പാൻ പ്രധാനമന്ത്രിയാകും. ഭരണകക്ഷിയായ ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി നേതൃസ്ഥാനത്തേക്ക് എത്തിയതോടെയാണ് കിഷിദയ്ക്ക് പ്രധാനമന്ത്രി പദത്തിലേക്ക് നറുക്ക് വീണത്. നിലവിലെ പ്രധാനമന്ത്രി യോഷിത സുഗ സ്ഥാനം ഒഴിയുന്നതോടെ കിഷിദ് പ്രധാനമന്ത്രിയായി സ്ഥാനമേൽക്കും. ന്യൂസ് 18 എക്സ്പ്രസ് പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം.news18.com